ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. അവർ ഹാപ്പി ഫേസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള TP09 ഡൈസൺ എയർ പ്യൂരിഫയർ, ഡൈസൺ തന്നെയാണ് പറയുന്നത്, ഡൈസൺ എയർ പ്യൂരിഫയറിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓൾമോസ്റ്റ് എവറി ഇയറിൽ നമുക്കിതിൻ്റെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതായത് ഹൈപ്പോ കാർബൺ ഫിൽറ്റർ, അതാണ് നമുക്കിതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലൂ കളറിലുള്ള ഒരു ഫിൽറ്റർ വരുന്നുണ്ട്, അത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, റെഗുലർ ബേസിസിൽ ഇതിലൊരു നോട്ടിഫിക്കേഷൻ വരും ആഫ്റ്റർ 1 ഇയർ ഓർ സംതിങ് എൽസ്, നിങ്ങളുടെ റൂമിലെ ഡസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അത് വരുമ്പോൾ നമ്മളതിൽ ഇൻഡിക്കേഷൻ വരും റെഡ് കളറായിട്ട്, ഫിൽറ്റർ നീഡ് ടു ചേഞ്ച്. പിന്നെ ആപ്പ് കണക്റ്റഡ് ആണെങ്കിൽ അതിലും നമുക്ക് ഇതേപോലെ എഴുതി കാണിക്കും. അപ്പോൾ ഞങ്ങളുടെ ഓൾറെഡി ഫിൽറ്ററിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നു. ഐ വിൽ ടെൽ യു ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിൽറ്റർ ഇൻ ദി വേൾഡ്, അങ്ങനെ തന്നെ പറയാം. അതായത് ഞാൻ ഡൈസൺ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഞാൻ ഡൈസൻ്റെ വാക്യൂം മെഷീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. വാക്യൂം മെഷീൻ യൂസ് ചെയ്തതിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ ഡൈസൺ എയർ പ്യൂരിഫയറും മേടിച്ചു. പിന്നെ റിലേറ്റഡ് വൺ മോർ തിങ് വൈഫും മേടിച്ചിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. ഞാൻ വീഡിയോ വെറുതെ ലെങ്തിയാക്കി കാണിക്കുന്നില്ല. ഇത് ഞാൻ ആഫ്റ്റർ 1 ഇയർ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഫിൽറ്റർ ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്കിവിടെ ഒരു റെഡ് കളറിലൊരു അലേർട്ട് വരുന്നുണ്ട്. ഇത് ഓൺ ആക്കുമ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ ഇത് റിമോട്ടിൽ ഇത് ഓൺ ആക്കുന്നു. യു ക്യാൻ സീ ഇറ്റ്സ് ഗെറ്റിംഗ് എ റെഡ് കളർ ഓവർ ഹിയർ ഫോർ ദ ഫിൽറ്റർ ഏരിയ. ഫുൾ ഡസ്റ്റായി എന്ന് കാണിച്ചു. 1%. ഇത് മാറ്റാറായി, റെഡ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഇതിൻ്റെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാറായി. സോ മലയാളത്തിൽ ഞാനൊരു വീഡിയോ ചെയ്യാണ്. ഞാൻ ഈ ഫിൽറ്റർ മേടിച്ചിട്ട് ഇതിന് മലയാളത്തിൽ റിപ്പയറിങ്ങോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വീഡിയോ ഞാൻ കാണാതെ ആയപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഞാൻ ഫിൽറ്റർ മാറുമ്പോൾ ഐ വിൽ മേക്ക് എ മലയാളം വീഡിയോ ഫോർ ഓൾ ദി മലയാളം കസ്റ്റമേഴ്സ് ഓർ ഹൂ യൂസിങ് ഡൈസൺ പ്യൂരിഫയർ. സോ ദിസ് ഇസ് TP09. നമ്മൾ ഫിൽറ്റർ മാറാൻ പോകുന്നു. ഫസ്റ്റ് ഇതിൻ്റെ പവർ ഓഫ് ആക്കുക. പവർ ഓഫ് ആക്കിയിട്ട് റിമോട്ട്, ഇറ്റ്സ് എ മാഗ്നറ്റിക് റിമോട്ട് ആസ് യു ഓൾ നോ. യു ക്യാൻ കീപ്പ് ഇറ്റ് ഓവർ ഹിയർ ആൻഡ് ഇതിൻ്റെ പവർ ഇവിടുന്ന് ഓഫ് ആക്കുക. ആദ്യം റിമോട്ടിൽ പവർ ഓഫ് ആക്കണം. ദെൻ യു ക്യാൻ ഗോ ഫോർ ദി മെയിൻ്റെനൻസ് ഓർ എനി ടൈപ്പ് ഓഫ് വർക്ക് ഓവർ ഹിയർ. സോ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫിൽറ്റർ ഫസ്റ്റായിട്ട് ഊരാൻ പോവുകയാണ്. എന്താണ് ഇതിൻ്റെ കോലം എന്നറിയില്ല. ആഫ്റ്റർ 1 ഇയർ വി ആർ ഗോയിങ് ടു റിമൂവ് ദിസ് ആൻഡ് ചെക്ക് ആൻഡ് റീപ്ലേസ്. ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, ഇതിങ്ങനെ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ ടേൺ ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഈ 2 ബട്ടൺ കണ്ടില്ല, ഇത് നമ്മൾ താഴേക്ക് ഒരൊറ്റ ടൈമിൽ ആക്കുക. സോ ഫിൽറ്റർ ഈസ് ഓപ്പൺ. ഞാൻ ഇനീഷ്യലി ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫിൽറ്റർ ആയിരുന്നു. ഇതിൽ കമ്പനി ഫിൽറ്റർ ഉണ്ടായിരുന്നു, അത് ഞാൻ റീപ്ലേസ്മെൻറ്റ് ചെയ്തപ്പോൾ 1 വർഷമായി. ഇതിൽ ആഫ്റ്റർ മാർക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് I suggest you always go for the genuine original air filter from Dyson itself. വില കുറച്ച് കൂടുതലാണ്, ബട്ട് സ്റ്റിൽ ഐ സജസ്റ്റ് യു ടു ഗോ ഫോർ ദാറ്റ്. ഇതിലൊരു ബ്ലൂ ഫിൽറ്റർ വരുന്നുണ്ട്. ദിസ് ഇസ് ദ കാറ്റലിറ്റിക് ഫിൽറ്റർ, നോട്ട് ദിസ് വൺ. യു ക്യാൻ സീ ദ കാറ്റലിറ്റിക് ഫിൽറ്റർ. ഇത് കാർബൺ ഫിൽറ്ററാണ്. ഇതും ഞാനൊരു ആഫ്റ്റർ മാർക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐ ഹാവ് ദി ഒറിജിനൽസ് വിത്ത് മീ, സോ ഐ വിൽ റീപ്ലേസ് ദിസ് വിത്ത് ഒറിജിനൽ. ഇത് നമ്മളെപ്പോഴും ഒറിജിനൽ വെക്കാമെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഇത് കാർബൺ ആണ് ഇതിലുള്ളത്. ഇപ്പോൾ ഞാൻ മേടിച്ചത് ഹിപ്പോ പ്ലസ് കാർബൺ ഫിൽറ്റർ ആണ്. അപ്പോൾ അതിൽ 2ഉം വരുന്നുണ്ട്, കാർബൺ പ്ലസ് ഹിപ്പോ ഫിൽറ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് വെക്കുന്നു, ഒറിജിനൽ കാറ്റലറ്റിക് ഫിൽറ്ററും വെക്കുന്നു. കാറ്റലറ്റിക് ഫിൽറ്റർ ഈസ് ഫോർ ലോങ് ടൈം, ലൈഫ് ലോങ് ആണെന്നാണ് കമ്പനി പറയുന്നത്. ഇറ്റ്സ് നോ നീഡ് ടു ഗെറ്റ് റീപ്ലേസ്ഡ് എന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. സോ വൺസ് യു റിമൂവ് ദിസ് വൺ, യു ക്യാൻ സീ ഇവിടെ നമുക്ക് ഒരു ഏരോ ബട്ടൺ വരുന്നുണ്ട് ഇവിടെയും താഴെ. അപ്പോൾ നമ്മൾ ഇത് ഈക്വലി പ്രസ് ചെയ്തിട്ട് ഇവൻ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് നമ്മൾ താഴ്ത്തി, അതെ സിമ്പിൾ അങ്ങനെ വന്നു. ഇത് ഇവിടെ വന്നു. ഓ മൈ ഗാഡ്, ഇത് നല്ല ഡസ്റ്റ് ഉണ്ടോ. സി, ഈ ഒരു വൈറ്റ് പോർഷൻ പോലെ ആയിരുന്നു ഓർമ്മ കേട്ടോ ഫുള്ള്. ഇതേ ഇതിൽ മുഴുവൻ ഡസ്റ്റാണ്, കംപ്ലീറ്റ്ലി ഡസ്റ്റായി. ഞാൻ എത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓ, കംപ്ലീറ്റ്ലി ഡസ്റ്റായി. ദിസ് ഈസ് വർക്കിംഗ്. ഹീ ഈസ് ഡൂയിങ് ഹിസ് ജോബ് റിയലി ഗായ്സ്. അവൻ്റെ ജോലി ശരിക്കും ചെയ്യുന്നുണ്ട്. സോ ദി ഫസ്റ്റ് ഫിൽറ്റർ ഈസ് ഹിയർ. ഫുൾ ഡസ്റ്റ് ആയിട്ടുണ്ട്, ഫുൾ ഡസ്റ്റ്, റിയലി. അപ്പോൾ ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഡൈസൺ പ്രൊഡക്ട്സ് ആർ റിയലി യൂസ്ഫുൾ. സി, നെക്സ്റ്റ് വൺ ഇങ്ങനെ വെക്കുന്നു. നമ്മളിത് ഈ ആരോ മാർക്ക് താഴേക്കുള്ളത് ഇങ്ങനെ പ്രസ് ചെയ്ത് ദിസ് കം ഔട്ട്. ഓ മൈ ഗോഡ്, സി, എൻ്റെ കർത്താവ്, ഇറ്റ്സ് ഫുൾ ഓഫ് ഡസ്റ്റ്. ഞാൻ ഈ സാധനം ഇത് 2ഉം ഇങ്ങോട്ട് മാറ്റി. ഇത് ഡസ്റ്റാണ്, ഡർട്ടാണ്. സോ ഐ കീപ്പ് ഇറ്റ് എവേ. ദെൻ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദി ഒറിജിനൽ ഡൈസൺ ഫിൽറ്റർ ഫ്രം ഡൈസൺ ഇറ്റ്സെൽഫ്. ഒറിജിനൽ ഡൈസൺ ഫിൽറ്ററിന് ഈ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആഫ്റ്റർ മാർക്കറ്റാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഈ പ്രിൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എ ബ്രൗൺ ബോക്സ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൾവേസ് ട്രൈ ടു ഗെറ്റ് ഇറ്റ് ഫ്രം ദി ഡൈസൺ ഓതറൈസ്ഡ് സ്റ്റോർസ് ഇറ്റ്സെൽഫ്. അപ്പോൾ UAE ഞങ്ങൾ ഡൈസൺ സ്റ്റോറിൽ പോയിട്ട് തന്നെയാണ് ഇത് മേടിച്ചത്. നിങ്ങളുടെ റൂം, നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് സജസ്റ്റ് ഓൾവേസ് ടു ഗോ ഫോർ
സംതിങ് ഹെൽത്തിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ വക സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ ദാറ്റ് വിൽ ബി ഗുഡ് ഇനഫ്. അപ്പോൾ ഇതേന ഞാൻ ഈ ബോക്സ് ഓപ്പൺ ആക്കി. യു ക്യാൻ സീ ഇതിൽ ഇതേ വരുന്നു ഒരു കമ്പനി പാക്കിങ്ങിൽ ദർ ഈസ് എൻ ഒറിജിനൽ ഫിൽറ്റർ ആൻഡ് ദിസ് ഈസ് അലോങ് വിത്ത് ഹിപ്പോ പ്ലസ് കാർബൺ. അപ്പോൾ ഞാനിതിൽ ലാസ്റ്റ് ടൈം ഇവിടെ ഒരു കാർബൺ ഫിൽറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ്റലിറ്റിക് ഫിൽറ്ററിൻ്റെ സ്ഥലത്ത്. സോ വി ആർ ഗോയിങ് ടു റീപ്ലേസ് ദാറ്റ് ആൻഡ് ഗോയിങ് ടു ഫിക്സ് ദി ഒറിജിനൽ കാറ്റലിക് ഫിൽറ്റർ ഓവർ ദർ ആൻഡ് വിത്ത് ദി ഹിപ്പോ പ്ലസ് കാർബൺ ഫിൽറ്റർ. സോ ഇറ്റ് വിൽ ബി ആൻ ഈസി ജോബ്. ഇവിടെ അതിന് ബോക്സ് നമ്മൾ തുറന്ന വശം ഇന്നൊരു യൂസേഴ്സ് മാനുവൽ ഉണ്ട്, ഹൗ ടു ഫിക്സ് ഇറ്റ് ആൻഡ് ഹൗ ടു ഡു ദ മെയിൻ്റെനൻസ് ആൻഡ് ഓൾ. സി നമ്മളിത് തേന റീപ്ലേസ്മെൻറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇവിടെ നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നു, ഫിൽറ്റേഴ്സ് എടുക്കുന്നു, പ്ലഗ് ഇൻ ചെയ്യുന്നു. ഇത് 4th സ്റ്റെപ്പ് 5th സ്റ്റെപ്പ്. പിന്നെ അതിന് ശേഷം റീസെറ്റ് ചെയ്യേണ്ട ഓപ്ഷനും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ റീസെറ്റ് ഓപ്ഷൻസ് ആർ ഐ ക്യാൻ ഡു ഇറ്റ് ഫ്രം ദി ആപ്പ് ആസ് വെൽ. അപ്പോൾ ഞാൻ തിരിച്ച് ഞാൻ ആദ്യം ഇവർ തുറന്ന് ഈ കവറിലാക്കിയിട്ട് ഞാൻ ആ ബോക്സിലേക്ക് തന്നെ തിരിച്ച് വെക്കും. യു ക്യാൻ സീ ദ ഫിൽറ്റർ ക്വാളിറ്റി ഓഫ് ദി കമ്പനി ഈസ് ഗിവിങ് യു. ഒറിജിനൽ ഫിൽറ്റർ മേടിക്കുക, ഞാൻ ചെയ്ത പോലെ ആഫ്റ്റർ മാർക്കറ്റ് മേടിക്കാതിരിക്കുക. I always suggest you to go for the original filters itself. Dust ആണ്, dirt ആണ്, I know. I just keep it back to the cover. ഇത് മാറ്റുന്നു. Again, I'm just getting it out. അത് നമുക്ക് ആ ഡെർട്ടായിട്ടുള്ള ആ ഫിൽറ്റർ നേരെ കച്ചറയിലേക്ക് കളയേണ്ടത്, കാരണം അത് എക്സ്പോസ് ചെയ്ത് വെക്കണ്ട എന്ന് വിചാരിച്ചു. സോ ഇതാണ് ഇതിൻ്റെ കമ്പനി കാറ്റലിറ്റിക് ഫിൽറ്റർ, സംതിങ് ലൈക്ക് ദാറ്റ്. ഇത് പെർമനൻ്റ് ആണ്, ഇത് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ലാസ്റ്റ് ടൈം മേടിച്ചപ്പോൾ ജസ്റ്റ് ഒരു മണ്ടത്തരത്തിന് ചെയ്തതാണ്. ഞാനത് കാർബൺ ഫിൽറ്റേഴ്സ് മേടിച്ചിട്ട് റീപ്ലേസ് ചെയ്തു. സോ ഇറ്റ്സ് നോട്ട് സപ്പോസ് ടു ഡു ലൈക്ക് ദാറ്റ്. സോ യു ക്യാൻ സീ ഹൗ ഐ എം ഗോയിങ് ടു ഡു ദിസ് വൺ. ഇതിന് 2 പോയിൻ്റ് ഇവിടെ വരുന്നുണ്ട്. ഇത് രണ്ടും ഈക്വലി ജസ്റ്റ് പുൾ ഇറ്റ് ഔട്ട്. ഓക്കെ, സോ ഇത് ദിസ് ഈസ് കാർബൺ ഫിൽറ്റർ. ഇത് ഞാൻ കളയില്ല, ഇത് ഞാൻ മാറ്റി വെക്കുകയുള്ളൂ, കാരണം ഇത് കാർബണാണ്. ഞാൻ അത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ട് വീണ്ടും റീചാർജ് ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ദി ഒറിജിനൽ ഫിൽറ്റർ ഈസ് കമ്മിങ് അലോങ് വിത്ത് ഹിപ്പോ പ്ലസ് കാർബൺ. സോ അവിടെയും അവർ അതിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. ഫുള്ള് ഇങ്ങോട്ട് തിരിഞ്ഞു, ഞാൻ റൊട്ടേറ്റ് ഇല്ല സി. ഇവിടെ അതേ പിടിക്കുന്നു, ഈ 2 പോയിൻറ്റിൽ വലിച്ചു, ഇത് പുറത്തേക്ക് വന്നു. ഇത് സെക്കൻഡ് ലെയർ ഓഫ് പ്യൂരിഫിക്കേഷനോ ക്ലീനിങ് എന്ന് എന്തെങ്കിലും പറയാൻ പറ്റും. ഞാനിത് ഒറിജിനൽ അല്ല. അഗൈൻ ആൻഡ് അഗൈൻ ഐ എം ടെല്ലിങ് ദിസ് ഇസ് കാർബൺ, ദിസ് ഇസ് ആഫ്റ്റർ മാർക്കറ്റ്, ഡോണ്ട് ഗോ ഫോർ ദിസ് വൺ. യു ഓൾവേസ് ഗോ ഫോർ ദിസ് വൺ. കണ്ടോ, ഒരു ബ്ലൂ ഷെയ്ഡിൽ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കമ്പനി വരുന്നത്. ഇത് നോ നീഡ് ടു റീപ്ലേസ്, ഓൾവേസ് കീപ് ദിസ് ഇൻ മൈൻഡ്. ഇത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് വൺസ് യു ആർ ഡൂയിങ് ദ ക്ലീനിങ് ഓർ റീപ്ലേസ്മെൻറ്റ് ഫോർ ദി മെയിൻ കാട്രിഡ്ജ് ഫിൽറ്റർ, ഹൈ ഹിപ്പോ ഫിൽറ്റർ, സോ ഡു ദ ബേസിക് ക്ലീനിങ്, ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടത് ഡൈസൻ്റെ വാക്വം മെഷീനാണ്. ഇത് കണ്ടിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പിന്നെ ഡൈസൺ പ്രൊഡക്ട്സിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ ഊരിയതിന് ശേഷം വി ആർ ഗോയിങ് ടു ഡു ദ ക്ലീനിങ്. ജസ്റ്റ് ഒരു നോർമൽ വാക്വം ഇവിടെ ചെയ്തോ. ഇത് കമ്പനി പറയുന്നൊന്നുമില്ല, ബട്ട് ഐ ഓൾവേസ് സജസ്റ്റ്. ഇവിടെ ഓൾറെഡി പൊടിയും കാര്യങ്ങളൊക്കെ കുറേ നാളായിട്ടുള്ളതല്ല. ജസ്റ്റ് ഡു ദി ബേസിക് വാക്വം ഫ്രം ഹിയർ. ഈ കോർണറിലൊക്കെ ഡസ്റ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ക്ലീൻ ആക്കി. എന്നിട്ട് നമ്മളൊരു നോർമൽ ക്ലീനിങ് കൂടെ ചെയ്തതിന് ശേഷം വി ആർ ഗോയിങ് ടു ഡു ദ റീപ്ലേസ്മെൻറ്റ് ആസ് വെൽ. ഡൈസൺ വാക്വം മെഷീനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ, അതിൻ്റെ മെയിൻ്റെനൻസ് ക്ലീനിങ് ആയി ഞാൻ വേറെ പറയാം. ഇപ്പോൾ നമുക്ക് ഫിൽറ്റർ ഫിക്സ് ചെയ്യാം. സോ നൗ നമ്മളിത് ഒറിജിനൽ ഫിൽറ്റർ ഇതേനെ കാട്രിഡ്ജ് ഫിൽറ്റർ ഇതിൽ ഫിക്സ് ചെയ്യുന്നു. ദിസ് ഈസ് വെരി ഈസി, ക്ലിപ്പിനാവും. കണ്ടതാണ് ഇതിൻ്റെ ഒറിജിനൽ ഫിൽറ്റർ കേട്ടോ. സോ കീപ് ഓൾവേസ് ദിസ് വൺ ക്ലീൻ ചെയ്യുക റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ, ദെൻ ഫിക്സ് ഇറ്റ് ബാക്ക്. ഇത് എപ്പോഴും ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. യു നോ നീഡ് ടു ചേഞ്ച് ദിസ് വൺ എവർ. ഓക്കെ, ഇത് ലൈഫ് ലോങ് ആണെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇത് വെച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് ഇത് എങ്ങനെ വാക്വം പിടിച്ച് ഇതൊന്ന് ഡസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാം. കാരണം ഓൾറെഡി സക്ഷൻ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് ഇതിൽ ഡസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെയിം വേ ദി അതർ സൈഡ് ഓൾസോ. 2 പോർഷനാണല്ലോ ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനും ഇത് പ്രോപ്പർലി ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ഇത് 2 നമ്മൾ ക്ലീൻ ചെയ്തു, ഇത് പ്രോപ്പർലി വാക്വം ചെയ്തെടുത്തു. അപ്പോൾ ഇത് ക്ലീനാണ്. ഇപ്പോൾ ഇനി നമ്മൾ ഇത് തിരിച്ച് ഫിക്സ് ചെയ്യാൻ പോകുന്നു. സോ ഫിൽറ്ററിൻ്റെ ബോക്സ് എന്ത് ചെയ്യും, നമ്മളിത് ഓപ്പൺ ചെയ്തു. സി ദിസ് ഈസ് ഹിയർ. ഇവരിതിൽ സൗണ്ടൊന്നുമില്ല, ഒരു വൈറ്റ് കളർ ഷെയ്ഡും ഇതിൽ കാർബൺ പ്ലസ് ഹിപ്പോ ഫിൽറ്റർ എന്നാണ് പറയുന്നത്. കണ്ട,
ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ പാക്കിംഗ് സംതിങ് എന്നൊക്കെ പറയാൻ പറ്റും. ത്രോയിങ് ദിസ് ഹെവി. സോ സെയിം വേ ഡൈസൻ്റെ പ്രിൻറ്റിങ് ഉണ്ട് ഇതിൽ. നമ്മളിത് ഇതിൽ വെക്കുന്നു, ജസ്റ്റ് എ ക്ലിക്ക്, സാധനം സെറ്റായി. ഓക്കെ, ഇതിവിടെ വെച്ചു. സെയിം വേ ദി നെക്സ്റ്റ് ഫിൽറ്റർ ഓൾസോ. ഇതിൻ്റെ നല്ലൊരു പ്രൊഫഷണൽ പാക്കിംഗ് കാണാം നമുക്ക്. ഇത് തുറക്കുമ്പോൾ തന്നെ ഡൈസൻ്റെ മാർക്കിംഗ് ഓവർ ഹിയർ. വി ആർ ഗോയിങ് ടു ഫിക്സ് ദിസ് വൺ സെയിം വേ ഫോർ ദിസ് വൺ. ഓക്കെ, സോ ദിസ് ഇസ് ഡൺ. ഇനി നമുക്കൊന്നുമില്ല, ജസ്റ്റ് ടു ക്ലിപ്പ് ഓവർ ഹിയർ ലൈക്ക് ദിസ്. ഇത് ക്ലിപ്പായി കറക്കുന്നു. ഇതിപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ക്ലിപ്പ് ചെയ്തു. സോ നൗ ഐ എം ഗോയിങ് ടു ഓൺ ദിസ് എയർ ഫിൽറ്റർ ബാക്ക്. നമ്മളിത് വെച്ചു. ഇനി ഇതേന ഞാനിതിൻ്റെ റിമോട്ടിൽ ഈ ഓൺ ബട്ടൺ ഓൺ ആക്കുമ്പോൾ നമ്മുടെ മെഷീൻ ഓൺ ആവും. പിന്നെ നമുക്കതിൻ്റെ എങ്ങനെയാണ് അത് റീസെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഓൾറെഡി ഇതിൽ ഫിൽറ്റർ ഇട്ടു, ഞാൻ റീസെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇറ്റ് ഷോയിങ് ദ റെഡ് ഇൻഡിക്കേഷൻ അഗെയിൻ. സോ ദിസ് വൺ, ദ മൂൺ ബട്ടൺ, ഐ നീഡ് ടു ഹോൾഡ് ഇറ്റ് ഫോർ 5 seconds. സോ യു ക്യാൻ സീ ഇത് ഞാൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ പോകുന്നുണ്ട്. സോ ഇറ്റ്സ് ഡൺ. ഐ തിങ്ക് നൗ ഇറ്റ്സ് ഡൺ. സോ ദ ഫിൽട്രേഷൻ സ്റ്റാർട്ടഡ് ഓൾറെഡി. സോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇതെല്ലാം അതിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. ഐ ജസ്റ്റ് ഗോ ഫോർ ദ 360 ആസ് നോർമൽ ആസ് ഓൾവേസ്. ഐ ഡു ഗോ ഫോർ 360. ഇന്നിതേന ഇൻഫർമേഷൻസ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്കിതിൽ കാണാം അവനവൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്തു. കംപ്ലീറ്റ്ലി പ്യൂരിഫയർസ് അതിൻ്റെ വർക്കിംഗ് അവൻ്റെ ജോലി അവൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഫിൽറ്റർ ചേഞ്ച് ചെയ്തു. ഹൗ ടു ചേഞ്ച് യുവർ എയർ ഫിൽറ്റർ ആൻഡ് ഹൗ ടു ഡു എ ബേസിക് മെയിൻ്റനൻസ് എന്നുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു. ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എയർ പ്യൂരിഫയർ. നിങ്ങളുടെ റൂമിൽ ഡസ്റ്റ് ഉണ്ടോ ഡസ്റ്റ് ഇല്ല നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. തിങ്കിങ് അബൌട്ട് ആൻ എയർ പ്യൂരിഫയർ, go for Dyson and get it and be relaxed. ഓക്കെ, സോ അത്രയുള്ള വീഡിയോ. ഈസിയാണ് നമുക്ക് ഇതിൻ്റെ കാറ്ററിജ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനും ഫിൽറ്റർ ചേഞ്ചിങ്ങും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസും ഡീറ്റെയിൽസും പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.